ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നാണെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ എഴുന്നേറ്റിട്ടൊന്നുമില്ല, ഒരു 6:30 ആയിട്ടുണ്ട്. ഗുളുസ് എണ്ണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വരാം. നമുക്ക് മുഖമൊക്കെ പോയി ഒന്ന് ഫേസ് വാഷ് ഇട്ട് വരാം. അങ്ങനെ ഞാൻ എണ്ണീച്ച് ഫേസ് വാഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗുളുവിനെ വിളിക്കണം. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ലൈവിലൊരു കുട്ടിയാണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട്. നേരം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞൊന്ന് രാവിലെ ഒരു വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. ഗുളുസേ, ഞാൻ ഗുളുവിനെ ഒന്ന് വിളിച്ചാൽ നോക്കട്ടെ. ഗുളു വിളിച്ചേ, ഗുളു വാ. നേര് എന്നിട്ടിറക്കി വെച്ചോ. ഉറക്കം തോന്നി എനിക്കാണോ? അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നതുകൊണ്ട് എനിക്കൊരു ചായ വേണം. എന്തുവായാലും എനിക്ക് രാവിലെ ചായ കുടിച്ചില്ലേ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ടു. പിന്നെ ഗുളു രാവിലെ ഇന്ന് ഒരു ഗ്ലാസ് പാലാണ് കുടിക്കുന്നത്. അപ്പോൾ അവൾക്ക് രാവിലെയുള്ള പാലും ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ച്. പിന്നെ ഞാൻ എൻ്റെ ചായയൊക്കെ ആയിട്ട് ഞാൻ നേരെ ഗുളുവിൻ്റെ അടുക്കലോട്ട് പോവുകയാണ്. അവളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് നേരെ കാർട്ടൂണും വെച്ച് അതിൻ്റെ മുന്നിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനും അവിടെ സെറ്റ് മാറിയിരുന്നു. കുറച്ച് നേരം അവിടെ കൂടെ കാർട്ടൂണൊക്കെ കണ്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദേണ്ട ഞാൻ നേരെ പല്ല് തേക്കാനായിട്ട് വന്നേക്കുകയാണ്. ആ ഗുളുവിനെ വിളിച്ചിട്ട് അവളിപ്പോഴേ വരുന്നില്ലെന്നും പറഞ്ഞ് കാർട്ടൂണിൻ്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് അവൾ. പിന്നെ അവളെ വിളിച്ചിട്ട് രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കാണെങ്കിൽ വിശപ്പൊക്കെ കയറി. അന്നേരം ഞാൻ പതുക്കെ പല്ല് തേക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗുളുവാണെങ്കിലും വന്ന് പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, പല്ലൊക്കെ തേച്ചു. പിന്നെ വേണ്ട ഞങ്ങൾക്ക് രാവിലെ പുട്ടായിരുന്നു. അപ്പം രാവിലെ ഞങ്ങൾ പുട്ടും പഞ്ചാരയും കൂട്ടിയാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത് കേട്ടോ. ഗുളുവിനും പുട്ടും പഞ്ചാരയും ഇഷ്ടമാണ്. അപ്പം ഞാനും പുട്ടും പഞ്ചാരയും തന്നെയാണ് എടുത്തിട്ടുള്ളത് രാവിലെ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ ആണെങ്കിൽ ഞാൻ ലൈവ് ചെയ്തപ്പം ഒരു ആതിര എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു, ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പം രാവിലെ ഞാൻ എണ്ണയൊക്കെ തേച്ച് സെറ്റായിട്ടിരിക്കുവാണ്. എനിക്ക് രാവിലെ ഗുളുവിനെ ഡാൻസ് സ്കൂളിൽ വരെ കൊണ്ടുവിടണം. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി മുറുക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനൊന്ന് കുളിച്ച് സെറ്റായിട്ട് വരാം. അങ്ങനെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ കാര്യം ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ട്. ഗുളു അത് കഴിഞ്ഞാണ് കുളിച്ചത്. അങ്ങനെ ഞാൻ ഗുളുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഗുളുവിന് കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചിരി ധൃതിയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര ധൃതിയാണ്, കാരണം ഒരുപാട് സമയമായി. ഇടയ്ക്കാണെങ്കിൽ അമ്മയുടെ ഒരു കോളും വന്നിട്ടുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ, സമയം ഒരുപാടായി, എന്തിനിരിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ താഴെ നിന്ന് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗുളുവിൻ്റെ മുടിയൊക്കെ ഞാൻ ഇച്ചിരി സ്പീഡിലാക്കി ഇടുന്നത് കേട്ടോ. അതും ടൈം ഒത്തിരിയായി. അതുപോലെ ചെറിയ നനവും ഉണ്ട്.
നമ്മളിപ്പോ റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് ഡാൻസ് സ്കൂളിൽ പോകാം. അപ്പൊ ശരി, ബൈ. ബൈ. അങ്ങനെ ഞാൻ ഡാൻസ് സ്കൂളിലോട്ട് പോകുന്ന വഴിയാണെങ്കിൽ തക്കുവിനെ എനിക്ക് ട്യൂഷനിലും കൂടെ ആക്കണമായിരുന്നു. അങ്ങനെ ഞാനും കുളുവും കൂടെ തക്കുവിനെ ട്യൂഷനിലാക്കിയിട്ടാണ് നേരെ ഡാൻസ് സ്കൂളിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് കുളുവിൻ്റെ ഡാൻസ് സ്കൂൾ. ഞാൻ എൻ്റെ വേറെ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുളു ആണെങ്കിൽ ബാഗൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ ടീച്ചറിൻ്റെ അടുക്കിലോട്ട് പോവുകയാണ്. അപ്പം കുറേ പിള്ളേരൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് പിള്ളേരെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടിങ്ങനെ നിർത്തി നോക്കി, ടീച്ചർ എന്നെ വല്ലതും പറയുമോ താമസിച്ചതിന് എന്ന രീതിയിൽ ഞാനൊന്ന് നോക്കി. അന്നേരം ഞാൻ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഗുളുവിനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ആളെ വിളിക്കാനും പോകണം. അപ്പം അന്നേരം കാണാം. ബൈ. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് 10 മണിപ്പൂക്കളാണ് കേട്ടോ. ഞാൻ വേണ്ട തുണി കഴുകാൻ വന്നപ്പം വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസമായ മാങ്ങ കേട്ടോ. ചിലതൊക്കെ കേടായിട്ടുണ്ട്. നമുക്കിത് നല്ലത് നോക്കി ചെത്തി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഉള്ളു ഡാൻസ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കാവേ. അപ്പം നമുക്കിത് കഴുകാനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആ മാങ്ങയെല്ലാം നല്ല രീതിയിൽ കഴുകി ഞാനാണെങ്കിൽ ഗുളുവിന് വരുമ്പം കൊടുക്കണ്ടായോ. അവൾക്കാണെങ്കിൽ മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തേക്ക് കഴിക്കാനായിട്ട് വേണ്ട ഞാനാണെങ്കിൽ ആ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ചിലതൊക്കെ കേടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനാണെങ്കിൽ മാറ്റിയിട്ട് നല്ലത് മാത്രം നോക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ നല്ലത് ഇത്രയും മാത്രമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ആ മാങ്ങയ്ക്കകത്തുനിന്ന് 2-3-4 പീസൊക്കെ ഞാൻ തിന്ന് ബാക്കി ഞാനാണെങ്കിൽ അവിടെ അടച്ചു വെച്ച്. പിന്നെ 12 മണി ആയപ്പോഴത്തേക്ക് ഞാൻ അവളെ വിളിക്കാനായിട്ട് ഡാൻസ് സ്കൂളിലോട്ട് പോകാം കേട്ടോ. ഇത് പഠിപ്പിച്ചോ? പുതിയത് പഠിപ്പിച്ചോ? ഡാൻസ് സ്കൂളിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് തക്കുവിന് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അതാണെങ്കിൽ ഗുളുവിൻ്റെ കൈ കൊടുത്ത് ഞാൻ നേരെ വിട്ടിട്ടുണ്ട്. ഗുളുവിനെ ഈ ടീച്ചർ തന്നെയാണ് അക്ഷരം എല്ലാം പഠിപ്പിച്ചത് കേട്ടോ. ഇത്രയും പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അങ്ങനെ ഗുളു ഡാൻസ് സ്കൂളിൽ നിന്ന് വന്ന് നേരെ കൈയൊക്കെ കഴുകി ഞാനാണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയെല്ലാം ഗുളുവിനെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുകയാണ്. ഞാനും ഉണ്ട്, ഗുളുവും ഉണ്ട്. ഗുളുവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ പോയി മേലൊക്കെ കഴുകി. പിന്നെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞാനും ഗുളുവും കൂടെ വിളക്കിൻ്റെ മുന്നിലൊക്കെ ഇരുന്നു. ഗുളുവിനെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിച്ച പുതിയ സ്റ്റെപ്പാണ് കാണിക്കുന്നത്. എന്നെ കാണിച്ചു തരുമോ എങ്ങനെ കളിക്കണ്ടേന്ന്? അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തീർന്നിട്ടുണ്ട്. അപ്പം